അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹായ്, സ്മൃതി ആട്ടാ. അതെ, ഇന്ന് എൻ്റെ പിറന്നാളാണ്, സെപ്റ്റംബർ 11. ഇന്നത്തെ ദിവസം എനിക്ക് എന്തായാലും ഒരു നിർബന്ധമുണ്ട്. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയത് നേരെ മലബാർ ഗോൾഡിലേക്കാണ് കേട്ടോ. അവിടെ നമ്മുടെ വിജോ ചേട്ടൻ ഉണ്ട്. നമ്മൾ സ്ഥിരം അവിടെ പോയി കഴിഞ്ഞാൽ ആ ചേട്ടനാണ് നമ്മളെ അറ്റൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള തന്ത്രപ്പാടാണ്. സോ ബർത്ത്ഡേ ആയിട്ട് ഞാൻ എന്തൊക്കെ മേടിച്ചെന്ന് കാണിച്ചു തരാം. ആദ്യം പേയ്മെൻറ്റ് ചെയ്യട്ടെ. നമ്മുടെ വിജോ ചേട്ടൻ ബില്ലടിച്ചുകൊണ്ടിരിക്കുക. അതെ, വിജോ ചേട്ടൻ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങേര് ഒരു 1.5 സർപ്രൈസ് എനിക്ക് തന്നു. മലബാർ ഗോൾഡിൽ നിന്ന് ഒരു കേക്ക്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു കേക്ക്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തിയിട്ട് സൈൻ ചെയ്യാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് തന്ന സർപ്രൈസ്. ഞാൻ ശരിക്കും നല്ല ഹാപ്പി ആയിരുന്നു. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 സർപ്രൈസ് ആയിപ്പോയി ആ ഒരു സർപ്രൈസ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് വാങ്ങിച്ച സാധനം എന്താണെന്ന് കാണിച്ചു തരാം. ഒരു കുഞ്ഞൊരു മാല. ആ മാലയുടെ ഒരു പെൻഡൻ്റ് എന്ന് പറയുന്നത് എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് എസ്. പിന്നെ ഒരു ചെറിയ വള. എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു സദ്യ കഴിക്കണമെന്ന്. കാരണം എനിക്ക് ഓണത്തിന് സദ്യ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ക്ഷീണവും തീർത്ത് കഴിഞ്ഞിട്ട് നേരെ ടിക്ടോക്കിൽ കുറച്ച് നേരം ലൈവിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മലബാർ ഗോൾഡിൽ നിന്ന് കിട്ടിയ എൻ്റെ ഡ്രസ്സിന് മാച്ചുള്ള കേക്ക് ഞാൻ മുറിച്ചു. അത് കഴിഞ്ഞപ്പോൾ വരുന്നു അടുത്ത സർപ്രൈസ്, മറുപടിയും ആയിഷത്തേടിയും വകയായിട്ട്. അപ്പോൾ ആ സർപ്രൈസും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത സർപ്രൈസ്. അപ്പോൾ അങ്ങനെ 2-3 കേക്ക് മുറിച്ച് കുറച്ച് സമ്മാനങ്ങൾ സാമിൻ്റെ അടുത്തുനിന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നൊക്കെ വാങ്ങിച്ച് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് തീർത്തു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കേട്ടോ.